கடலில் அதிவேகமான காற்றிருப்பதால் படகு போக்குவரத்து சேவை ഇന്ന് ഞങ്ങളുള്ളത് കന്യാകുമാരിയിലാണ്. നിരവധി തവണ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിലും വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂർ സ്റ്റാച്യുവിലേക്ക് 77 മീറ്റർ നീളത്തിൽ കടലിന് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ണാടിപ്പാലം കാണാൻ വേണ്ടിയാണ് 2025 ആദ്യ യാത്ര കന്യാകുമാരിയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തത്. കൊല്ലത്തുനിന്ന് വെളുപ്പിനെ 3:45 പുറപ്പെടുന്ന ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറി നാഗർകോവിലിൽ വന്ന് നാഗർകോവിലിൽ നിന്ന് ബസ്സിൽ കയറി 9 മണിയോടുകൂടി കന്യാകുമാരിയിലെത്തി. തമിഴ്നാട്ടിലെ ചെറിയൊരു ജില്ലയാണ് ഇതെങ്കിലും ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് കന്യാകുമാരിക്ക്. ടൂറിസത്തിനുപരി ഇന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും വിശ്വാസികളുമായ നിരവധി ആളുകളാണ് ദിവസവും കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. സീസൺ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അതിരാവിലെ സജീവമാവും. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യോദയമൊക്കെ കണ്ടുവരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്ത ടാർഗറ്റ് പർച്ചേസിംഗിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഈ കടകളിലെല്ലാം നല്ല തിരക്കായിരിക്കും. അവരുടേതായിട്ടുള്ള ഭാഷയിൽ വിലപേശുന്ന കസ്റ്റമറും കസ്റ്റമറിന്റെ അതേ ഭാഷയിൽ തിരികെ അവരോട് മാന്യമായിട്ട് പെരുമാറുന്ന കച്ചവടക്കാരും അന്നും ഇന്നും കന്യാകുമാരിയിൽ മാറ്റമില്ലാതെ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ കന്യാകുമാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും തമിഴ്നാട് സർക്കാർ ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതാണ് കന്യാകുമാരി ദേവീക്ഷേത്രം. ഇവിടെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 4:30 ആകുമ്പോഴേക്കാണ് നട തുറക്കുന്നത്. ഉച്ചയോടെ നട അടയ്ക്കും. പിന്നീട് വൈകിട്ട് 4 മണിക്ക് തുറന്ന് 8 മണിയാകുമ്പോഴേക്കാണ് നട അടയ്ക്കുന്നത്. രാവിലെ സമയങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. നിരവധി ആളുകളുണ്ട്. അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ നമുക്ക് കണ്ണാടിപ്പാലത്തിലേക്കുള്ള ബോട്ട് സർവീസ് തുടങ്ങുന്ന എൻട്രൻസിലേക്ക് പോകാൻ സാധിക്കും. അവിടെ വന്നപ്പോഴേക്ക് രാവിലെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഉച്ചയോടെ ബോട്ട് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. കണ്ണാടിപ്പാലം കാണാൻ വരുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം ഇവിടെ വീശുന്ന ശക്തമായിട്ടുള്ള കാറ്റാണ്. ഈ കാറ്റ് കാരണം പല ദിവസങ്ങളിലും ഇവിടെ സർവീസ് ഒന്നും നടത്തുന്നില്ല. പലരും നിരാശരായിട്ട് മടങ്ങുകയാണ് പതിവ്. കന്യാകുമാരിയിൽ ഈ സമയത്ത് പ്രധാനമായിട്ടും ആളുകൾ എത്തുന്ന കണ്ണാടിപ്പാലം കാണാൻ വേണ്ടി മാത്രമാണ്. നിരവധി ആളുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ പാലം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. നമ്മൾ ആ ഗേറ്റിന്റെ സൈഡിൽ നിൽക്കുമ്പോഴേക്ക് തന്നെ പലവരും വന്നിട്ട് ഇതിന്റെ സമയം തിരക്കിട്ട് പോകുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ജീവനക്കാർക്ക് കൃത്യമായിട്ടൊരു സമയം പറയാൻ സാധിക്കുന്നില്ല. കാരണം അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ചെന്നപ്പോഴേക്ക് 12 മണി എന്നാണ് പറഞ്ഞത്. 12 മണിക്ക് ചെല്ലുമ്പോഴേക്ക് 2 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റ് മാത്രമല്ല, അടിയൊഴുക്ക് കൂടുതലാണെങ്കിലും തിരമാല ശക്തമായിട്ട് അടിക്കുകയാണെങ്കിലും ബോട്ട് സർവീസുകൾ നടത്തുന്നില്ല. കണ്ണാടിപ്പാലം കാണാൻ വേണ്ടി മാത്രം കന്യാകുമാരിയിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ജനുവരിയൊക്കെ കഴിഞ്ഞു വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇത് ബീച്ചിന്റെ ഒരു ഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന കുടിവെള്ള സംവിധാനമാണ്. കന്യാകുമാരിയിലെത്തുന്ന ഒട്ടുമിക്ക ആളുകളും ഇതുപോലുള്ള ഫോട്ടോഗ്രാഫർമാരെ കണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നത് പതിവാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിനി എത്ര ക്ലാരിറ്റി ഉള്ള ക്യാമറയിൽ ഫോട്ടോ എടുത്താണെങ്കിലും ഇവരെടുക്കുന്നതിൻ്റെ ഫോട്ടോയുടെ അത്രയും വരില്ല. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിലൊക്കെ കണ്ടില്ലേ, നിരവധി ആളുകളാണ് ഇവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നത്. ഉച്ചയായിട്ട് പോലും നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിലൊക്കെ. ബീച്ചിൽ നിന്ന് വീണ്ടും
ബോട്ട് സർവീസ് തുടങ്ങുന്ന എൻട്രൻസിലാണ് വന്നത്. കാരണം അവർ 2 മണിയാണ് സമയം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ആ സമയത്തിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ബോട്ട് ട്രയൽ പോയിരിക്കുകയാണ്. ട്രയൽ സക്സസ് ആവണമെങ്കിൽ മാത്രമേ ഉള്ളൂ സർവീസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ നല്ലൊരു ക്യൂ ആയി. கடலில் அதிவேகமான காற்று இருப்பதால் படகு போக்குவரத்து சேவை ரத்து செய்யப்பட்டுள்ளது. சுற்றுலா பயணிகளுக்கு ஒரு அறிவிப்பு. கடலில் அதிவேகமான காற்று இருப்பதால் படகு போக்குவரத்து சேவை ரத்து செய்யப்பட்டுள்ளது. இப்பதான் ரயில் சொன்னாங்க. ട്രെയിൻ ഫെയിലായതുകൊണ്ട് ഇന്ന് ബോട്ട് സർവീസ് ഇല്ല. അങ്ങനെ വന്നവരൊക്കെ നിരാശരായിട്ട് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നാണ് ആളുകൾ ഈ കണ്ണാടിപ്പാലം കാണാൻ വേണ്ടി ഇവിടെ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട്, അതായത് ഈ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നത് കാരണം ഇവിടെ സർവീസ് നടത്താത്തത് കൊണ്ട് പലരും ഇത് കാണാൻ പറ്റാത്ത നിരാശരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ അടുത്ത് നിന്നവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, ഗുജറാത്തിൽ നിന്നുണ്ടായിരുന്നു, കർണാടക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും. കേരളത്തിൽ നിന്ന് തന്നെ കോട്ടയത്തു നിന്നും തിരുവല്ലയിൽ നിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവിടുന്ന് തിരികെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായിട്ട് പോലും കച്ചവട സ്ഥലങ്ങളിലെല്ലാം നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഹോട്ടലുകളെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗുകളും അതിൻ്റെയൊക്കെ സെക്ഷനുകളാണ്. അപ്പം അതൊക്കെ കണ്ട് ഇനി ഞങ്ങൾ വാച്ച് ടവറിലേക്കാണ് പോകുന്നത്. പാലത്തിലേക്കുള്ള ബോട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ഈ കാറ്റ് അമിതമായിട്ട് കാറ്റ് വീശുന്ന സമയങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള സമയം അവർക്ക് പറയാൻ കഴിയില്ല. ഇതുവഴിയാണ് നമ്മൾ വാച്ച് ടവറിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വഴിയോര കച്ചവടക്കാർ നിരവധിയുണ്ട്. കൊല്ലത്തു നിന്നൊക്കെ വളരെ വേഗത്തിൽ വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കന്യാകുമാരി. രാവിലെ 7:15-നും 7:45-നൊക്കെ കൊല്ലത്തുനിന്ന് കന്യാകുമാരിയിലേക്ക് ട്രെയിനുകളുണ്ട്. ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തിരികെ ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് 3 മണിക്കും 4 മണിക്കും 5:30-ക്കൊക്കെ ട്രെയിനുകളുണ്ട്. 4 മണിക്കുള്ളത് മെമു ട്രെയിനാണ്. അതിലൊരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാലും 35 രൂപ മാത്രമാണ്. പിന്നെ ഡ്രസ്സിൻ്റെ വിലയൊക്കെ ചോദിച്ചായിരുന്നു. നമ്മൾ മറ്റേ ടോപ്പിൻ്റെയൊക്കെ വില ചോദിച്ചായിരുന്നു. പാർക്കില്ല, പാർക്ക് പൊളിച്ചു ഇല്ല, പൊളിച്ചു. ഇതാണ് വാച്ച് ടവർ. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് ഈ വിവേകാനന്ദ പാറയൊക്കെ കാണുന്നതെന്ന് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതുമാത്രമല്ല നമ്മളെ ബീച്ചിൻ്റെ ഒരു നല്ലൊരു ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. സമയം 3 മണി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കൊല്ലത്തേക്കുള്ള മെമു ട്രെയിനിൻ്റെ സമയം 4 മണിക്കാണ് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തേക്ക്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത